പുതിയ ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നും മാർക്കറ്റ് വളരെയധികം ട്രിക്കി മാർക്കറ്റ് ആയിരുന്നു. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് സഡൻ ആയ രീതിയിൽ റാലി രേഖപ്പെടുത്തി. എസ്പെഷ്യലി IT കമ്പനി ആയിട്ടുള്ള ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള IT കമ്പനീസിൻ്റെ ഹെൽപ്പ് കാരണം മാർക്കറ്റ് കഴിഞ്ഞ ഒരു 4 ദിവസം നെഗറ്റീവിലായിരുന്നു. ഇന്ന് ശക്തമായ രീതിയിൽ മീൻസ് ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായ രീതിയിൽ മീൻസ് US ഫ്യൂച്ചറുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോയി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ മാർക്കറ്റ് ആക്ച്വലി ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ ക്ലോസ് നടത്തി. അപ്പോൾ ഇന്നലെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. ഹ്യൂജ് പുട്ട് കോൾ റൈറ്റിംഗ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ വളരെ നേക്കഡായിട്ടെല്ലാം തന്നെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് എന്നുള്ളതാണ് വാസ്തവം. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും TCS, ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയ 3 കമ്പനീസ്. ഇതിൽ TCS എല്ലാം തന്നെ 6.5%, ഇൻഫോസിസ് 6%, HCL ടെക് 4%-ൻ്റെയും റാലി. NTPCയും ആക്സിസ് ബാങ്കിലും ഒക്കെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട കമ്പനീസ്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 8% ക്രാഷ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു, കൊറിയൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഏഷ്യൻ സൈഡിലെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4528, സിൽവർ 1.8% സ്പൈക്ക് ചെയ്ത് 76ആയി, ബിറ്റ് കോയിൻ 3% ഫോളോ ചെയ്ത് 70,000 താഴെ പോയി, ബ്രന്റ് ഓയിൽ 2% ഫോളായി 2093, നാച്ചുറൽ ഗ്യാസ് 3 എന്നുള്ള രീതിയിലാണ് നിൽപ്പ്. നിഫ്റ്റിയുടെ ചാർട്ട് ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത ആളുകൾക്ക് അറിയാം. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം റൈസ് ചെയ്തു, വീണ്ടും ഫോളോ ചെയ്തു, വീണ്ടും റൈസ് ചെയ്ത്, വീണ്ടും ഫോളോ ചെയ്തു. പിന്നെ അതിശക്തമായ ഒരു കുതിപ്പിന് മാർക്കറ്റ് ഇന്ന് സാക്ഷ്യം വഹിച്ചു. വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. ഇനി നമുക്ക് എന്നത്തെയും പോലെ ആളുകൾ കൂടുതൽ വീക്ഷിക്കുന്ന യുദ്ധ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇറാൻ നിലപാട് കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സമാധാന കരാറിൽ ഇറാൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണമാണ്. ഈ ആക്രമണത്തിന് ശേഷം കുവൈറ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ പോലും ഇറാൻ മടിച്ചിട്ടില്ല. ഇതിനുശേഷം ട്രംപിൻ്റെ ഒരു പ്രതികരണം വന്നു. ഇതിൽ ഇറാനുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് എപ്പോഴും പോലെ ട്രംപ് വീണ്ടും അത് ആവർത്തിക്കുന്നു. പക്ഷേ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഈ ലെബനാനിൽ വളരെ റീസെൻ്റായിട്ട് നടത്തിയ ആക്രമണം അവിടെ ശക്തിപ്പെടുത്തിയല്ലോ. ഇത് ട്രംപ് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ട്രംപ് നെതന്യാഹുവായിട്ടും ഹിസ്ബുള്ള നേതാക്കളുമായിട്ടും സംസാരിച്ചു. ലെബനാനിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ബെയ്റൂട്ടിലേക്കുള്ള സൈന്യത്തെ അയക്കില്ലെന്ന് അവളുടെ ഓൾറെഡിയുള്ള സൈന്യത്തെ തിരികെ വിളിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു എന്നുള്ള ഒരു അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സിലാണ് മാർക്കറ്റിൻ്റെ നിൽപ്പ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് 8% ക്രാഷ് ചെയ്തു എന്നുള്ളത് വളരെയധികം നമ്മൾ കൗതുകത്തോടെ നോക്കേണ്ട കാര്യമാണ്. കാരണം ഈ യുദ്ധ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴൊക്കെ തന്നെ ഈ വെറുതെ നമ്മളുടെ മാർക്കറ്റിൻ്റെ വിക്സ് ആണ് ക്രാഷ് ചെയ്തിട്ടുള്ളത്. അതൊരു മാർക്കറ്റിൻ്റെ റാലിക്കും അത് കാരണമായിട്ടുണ്ട്. ഇനി ഇൻഡിവിജ്വലായിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ഗ്രോക്ക് ഒരു AMC സ്റ്റേക്ക് അക്വിസിഷൻ സെബി കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ടാൻല പ്ലാറ്റ്ഫോം ഇവർ ഗവൺമെൻറ് ഓഫേഴ്സ് പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻല പ്ലാറ്റ്ഫോമിൽ നിന്ന് 5% ഇടിവ് രേഖപ്പെടുത്തി. ഫോഴ്സ് മോട്ടോഴ്സ് ഇവരുടെ ഇയർ ഓൺ ഇയർ സെയിൽസ് വീക്കായ ഒരു റിപ്പോർട്ട് വന്നു. ഇന്ന് ഫോഴ്സ് മോട്ടോഴ്സും 6% ഇടിവ് രേഖപ്പെടുത്തി. ഇതിനിടെ നമുക്ക് ഇനി വരാനുള്ളത് RBIയുടെ മോണിറ്ററി പോളിസിയും അതിൻ്റെ അനുബന്ധികമായിട്ട് നമ്മളുടെ റേറ്റ് കട്ടോ റൈസോ എന്നുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതിൽ മോർഗൻ സ്റ്റാൻലി RBI റേറ്റ് ഹൈക്ക് ചെയ്തേക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. അത് മാർക്കറ്റിന് ഗുണകരമാണ്. റേറ്റ് ഹൈക്ക് ചെയ്തേക്കില്ല എന്നുള്ള ഒരു കാര്യം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ കുറയുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് ഹൈക്ക് കൂട്ടില്ല എന്നുള്ളത് മാർക്കറ്റിന് ഗുണകരമാണ്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടല്ലോ അല്ലേ. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ
വെറുതെ കഥകൾ വന്ന് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്റ്റോക്കുകളുടെ വാർത്തകൾ കൃത്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഈ എക്കണോമിക് കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് വളരെയധികം നല്ലതാണ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ലോകത്തിലെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിവിധ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ പഠിക്കാം. ഫസ്റ്റ് കമൻറ്റ് നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും അഫോർഡബിളായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പോർട്ടിൻ്റെ കാർഗോ വോളിയം 16% ഉയർന്നു എന്നുള്ള ന്യൂസ്. വേദാന്തയുടെ ഓഫീസ് പ്രമേസിസിൽ EDയുടെ റെയ്ഡ് നടന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഫോസിസ് ഇവർ DNB ബാങ്കായിട്ട് AI ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് സ്റ്റോക്കിൽ ഇത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്തു പോസിറ്റീവായിട്ട്. ആനന്ദ് രാജ് ഇവർ ഹരിയാനയായിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു ക്ലൗഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. ഡെവലപ്മെൻറ്റ് കമ്പനി 207 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കോൺകോഡ് ബയോടെക് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. സ്റ്റോക്ക് ഇന്ന് 12% റാലി രേഖപ്പെടുത്തി. ഡെലിവറി അവരുടെ ഫിൻടെക് ഡിസ്ട്രിബ്യൂഷൻ പുതിയ സബ്സിഡിയറി കമ്പനി ലോഞ്ച് ചെയ്തു. സർവോടെക് ഇവർ ഹരിയാനയായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രാം അവർ സൈൻ ചെയ്തു. ഇൻ്റലക്ച്വൽ ഡിസൈൻ അറീന കമ്പനി UK ബാങ്കായിട്ട് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു. GMDC കമ്പനി ഇവർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു പുതിയ AI ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. പാരാസ് ഡിഫൻസ് കമ്പനിക്ക് 52 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബ്ലൂ സ്റ്റാർ സെയിൽസ് വോളിയം ഉയർന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. കോഫോർജ് ഇവിടെ നെക്സ പുതിയ AI പ്ലാറ്റ്ഫോം കമ്പനി ലോഞ്ച് ചെയ്തു. ട്രാൻസെയിൽ ലൈറ്റിംഗ് കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി, 575 കോടി രൂപയുടെ ഓർഡർ. ബജാജ് ഓട്ടോ ഇവരുടെ അവഞ്ചർ സ്ട്രീറ്റ് 220 ഇവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഗ്ലാൻമാർക്ക് ഫാർമ 12,000 കോടി രൂപയുടെ റവന്യൂ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ കമ്പനി എയിം ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിലല്ല ഉള്ളത്. ഈവൻ ഇപ്പോഴും ഡോ ഫ്യൂച്ചറോ നാസ്ഡാക്ക് ഫ്യൂച്ചറോ പ്ലസിലേക്ക് വന്നിട്ടില്ല. US മാർക്കറ്റിൽ ഉള്ള കമ്പനീസ് എക്സ്റ്റൻഡ് അവേഴ്സിൽ IT കമ്പനികളിൽ മൈക്രോസോഫ്റ്റ് ഒരു 3% ഒരു ഇടിവ് കാണിക്കുന്നുണ്ട്. കൂടാതെ അസഞ്ചറും ഒരു 2% ഇടിവ് കാണിക്കുന്നുണ്ട്. ഗൂഗിളും ഒരു 3% ഇടിവ് കാണിക്കുന്നുണ്ട്. എക്സ്റ്റൻഡ് അവേഴ്സിലാണ്, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലല്ലോ. ADR സ്റ്റോക്കുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഡ് അവേഴ്സിൽ നമ്മുടെ വിപ്രോ ഒരു ചെറിയൊരു ഫോള് കാണിക്കുന്നുണ്ട്. വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇൻഫോസിസ് ADRൽ 6% ഇന്നലെ ഓൾറെഡി റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ആ ഒരു ഇൻഫോസിസിൻ്റെ ADRയുടെ ആ ഒരു വാല്യൂ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനികൾ ADR അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റാണ് ADR. അതായത് ഇൻഫോസിസ്, വിപ്രോ, ICICI, HDFC, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് ADRലും റിലയൻസ് GDRലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ നമുക്കത് കീനായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ സ്റ്റോക്കുകളിൽ പല നിക്ഷേപ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. എനിവേ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.